നമസ്കാരം ഇന്ത്യ. ഞാൻ പ്രദീപ് ഗാന്ധി. ഐഡിയ ബാസിൽ നിങ്ങളുടെ ശബ്ദവും ഒപ്പം ഈ ഷോയുടെ അവതാരകനുമാണ് ഞാൻ. വെൽക്കം ടു ഐഡിയ ബാസ്. പരിശ്രമത്തിന്റെയും വിജയത്തിന്റെയും കഥകൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു. ഇവിടെ പുതിയ ഭാരതത്തിന്റെ പുതിയ അടയാളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കോണിലുമുള്ള ഐഡിയ ബാസുകൾ ഇവിടെ അവരുടെ ഐഡിയയുമായിട്ട് വരുന്നു, അവരുടെ ഭാഷയിൽ തന്നെ അവതരിപ്പിക്കുന്നു. ഇത് പലരുടെയും സ്വപ്നങ്ങളുടെ വേദിയാണ്. ഇവിടെ വരുന്ന ഇന്നോവേഷനുകൾ ജനങ്ങളുടെ ജീവിതം തന്നെ മാറ്റുന്നു. സ്റ്റാർട്ടപ്പ് ലോകത്തിൽ ഇതൊരു പുതു വിപ്ലവമാണ്. ഇവിടെ ഐഡിയകൾക്ക് വളരാൻ സാധിക്കുന്നു. ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. ശരി, നമുക്കിനി നമ്മുടെ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസിനെ ക്ഷണിക്കാം. ആദ്യമായി വരാൻ പോകുന്നത് റുക്കം ക്യാപിറ്റലിന്റെ ഫൗണ്ടർ ആൻഡ് ഫസ്റ്റ് ഇൻവെസ്റ്റർ അർച്ചന ജാഗീർദാർ. പ്രാചീനമായ ആയുർവേദിക് അറിവുകളെ മോഡേൺ ബിസിനസ്സുമായി കൂട്ടിക്കലർത്തി ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് കൊണ്ടുവന്നെത്തിച്ച യങ് എന്റർപ്രണേഴ്സിന്റെ ഫേവറേറ്റ് അർജുൻ വൈദ്യ. സ്വാഗതം ചെയ്യാം അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റ് ആൻഡ് എന്റർപ്രണർ ഷീ ദ പീപ്പിളിന്റെയും ഗായത്രിയുടെയും ഫൗണ്ടർ ശൈലി ചോപ്ര. നിറഞ്ഞ കൈയടികളോട് സ്വാഗതം ചെയ്യാം ഇൻഡോർ മുതൽ അമേരിക്ക വരെ നീളുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ, സീരിയൽ ഇൻവെസ്റ്റർ, VC ഫ്രം വാഷിംഗ്ടൺ DC, സന്ദേശ് ശാരദ. അടുത്തതായി വരുന്നു ദ സ്ലീപ് കമ്പനിയുടെ ഫൗണ്ടർ പ്രിയങ്ക സലോട്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ എക്സ്പെർട്ട് മെന്ററിനെ സ്വാഗതം ചെയ്യാം. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം IIT മദ്രാസിൽ നിന്നുള്ള പ്രൊഫസർ റിച്ച അഗർവാൾ. പ്രൊഫസർ റിച്ച അഗർവാൾ IIT മദ്രാസിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ എക്സ്പെർട്ട് മെന്റർ ആണ്. പ്രൊഫസർ, ഇവിടെ വരാൻ പോകുന്ന ഐഡിയ ബാസുകളോട് എന്താണ് പറയാനുള്ളത്? അവരുടെ പിച്ചിൽ അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിച്ചിൽ എത്രത്തോളം വിശ്വാസമുണ്ട് എന്നുള്ളത് എല്ലാവരെയും അറിയിക്കണം. കാരണം അതാണ് ഇവിടുത്തെ അൾട്ടിമേറ്റ് മാറ്റർ. താങ്ക് യു പ്രൊഫസർ. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us. Please join us there. താങ്ക് യു. ഫ്രണ്ട്സ്, നമ്മളെല്ലാം ഫിറ്റ്നസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണ്. ടൈറ്റൻസ്, നിങ്ങളും ചെയ്യാറുണ്ട്. 100%. അർജുന്റെ കാര്യം എടുത്താൽ അദ്ദേഹം പിക്കിൾ ബോൾ കളിക്കാറുണ്ട്. പിന്നെ അദ്ദേഹം ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആണ്. പക്ഷെ നമ്മൾ ഒരുപാട് പേര് കാണാറുണ്ട്, അതായത് അവരവരുടെ ഫിറ്റ്നസ് ജേണി തുടങ്ങും, അവർ പുതിയ ഷൂസ് വാങ്ങും, പുതിയ ഡ്രസ്സുകൾ വാങ്ങും, പക്ഷെ ആ ജേണി അതോടുകൂടി നിന്നു പോകും. സോ എനിക്ക് തോന്നുന്നത് ഫിറ്റ്നസ് ജേണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വർക്കൗട്ടിനേക്കാളും ഏറ്റവും പ്രധാനം മോട്ടിവേഷൻ തന്നെയാണ്. ഈ ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറയാനായിട്ട് വരുന്നു നമ്മുടെ ആദ്യത്തെ ഐഡിയ ബാസ്. അവർ ഡൽഹിയിൽ നിന്നുമാണ് വരുന്നത്. നിഖിൽ ചാബ്ഡ ആൻഡ് സിദ്ധാർത്ഥ് ജെയിൻ. നിഖിൽ ആൻഡ് സിദ്ധാർത്ഥ്, ഞങ്ങളുടെ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾ വന്നിരിക്കുന്നത് ഫിറ്റ്നസിനെ പറ്റി പറയാനാണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ ബൈസെപ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പിച്ചിനായി നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും തോന്നുന്നു. തീർച്ചയായും. എന്നാ അങ്ങനെ ആവട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു. ഹലോ ടൈറ്റൻസ്. എല്ലാ ജോലിക്കും പിറകെ ഒരു കാരണമുണ്ടാവും, ഒരു പ്രയത്നവും ഉണ്ടാവും. കഷ്ടപ്പാടിന്റെ ഫലം എന്നും മധുരമുള്ളതായിരിക്കും. ആ രുചിയേറിയ ഫലം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ചെറുതിലേ തൊട്ടേ നമ്മുടെ പേരൻസ് ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തന്ന് നമ്മളെ എന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മോനെ, 10th 90% കിട്ടിയ ലാപ്ടോപ്പ് മേടിച്ചു തരാം. 12th 99 മേടിക്കുകയാണെങ്കിൽ കാറോ ബൈക്കോ കിട്ടും. പിന്നെ ഞങ്ങൾ പറയുന്ന ചെറുക്കനോ പെണ്ണിനെയോ കിട്ടിയ ഞങ്ങളുടെ പ്രോപ്പർട്ടി എല്ലാം നിന്റേതാവോന്നൊക്കെ. അതായത് റിവാർഡുകൾ ജോലി ചെയ്യാനുള്ള മോട്ടിവേഷൻ ആണ് നൽകുന്നത്. എന്നെ തെറ്റിദ്ധരിക്കല്ലേ ടൈറ്റൻസ്. ഒരു പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇക്വിറ്റിയുടെ ലാഭം എന്തെന്ന് കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. നിങ്ങൾ നിങ്ങളുടെ കഥ തന്നെ പറയും ടൈറ്റൻസ്. കോവിഡിന്റെ സമയത്ത് സെറ്റ് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി തനിച്ച് റിവാർഡ് ചെയ്യായിരുന്നു. ഇന്ന് പുഷപ്പ് ഒരു എക്സ്ട്രാ സെറ്റ് അടിച്ച ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന്, ഡെയിലി 10,000 സ്റ്റെപ്സിന് കൂടുതൽ നടന്ന ഒരു ഷർട്ട് മേടിക്കാമെന്ന്. ചെയ്തേ പറ്റുള്ളൂ ടൈറ്റൻസ്. നമ്മുടെ ബുദ്ധിയുടെ വയറിങ് അങ്ങനെയാണ്. നമ്മൾ ആരും നല്ല ആരോഗ്യത്തെ റിവാർഡായിട്ട് കാണുന്നില്ല. കാരണം നമ്മൾക്ക് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് വൗച്ചർ കിട്ടിയില്ലെങ്കിൽ പ്രൈസ് കിട്ടിയ ഫീൽ വരില്ല. പിന്നെ ഹ്യൂമൻ നേച്ചറിന്റെ ഈ ഒരു ക്വാളിറ്റി ഉപയോഗിച്ച് ഞങ്ങള് ലോഞ്ച് ചെയ്ത ഒരു ആപ്പാണ് അരീനോ ആപ്പ്. അപ്പോൾ ടൈറ്റൻസ്, ഈ അരീനോ ആപ്പിൽ ഒരു ഫിറ്റ് ബോഡിക്കൊപ്പം നിങ്ങൾക്ക് 3 ഫലങ്ങളും ലഭിക്കുന്നു. ആദ്യത്തെ ഫലം, ഡെയിലി യോഗയോ വർക്കൗട്ടോ ചെയ്താൽ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്ത് അരീനോ പോയിന്റ്സ് കിട്ടും. പിന്നെ ആ പോയിന്റ്സ് റിവാർഡ്സ് ആക്കി മാറ്റാൻ കഴിയും. രണ്ടാമത്തെ ഫലം, നിങ്ങൾ ദിവസവും വർക്കൗട്ട് ചെയ്ത് ഫിറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹെൽത്ത് ഇൻഷുറർ കൂടി വന്നിട്ട്, സർ പ്രീമിയത്തി വേണമെങ്കിൽ ഡിസ്കൗണ്ട് വാങ്ങിക്കൂ, പക്ഷെ പോളിസി എന്റെ അടുത്ത് തന്നെ എടുക്കണം. ടൈറ്റൻസ്, മുട്ടിന്റെ വേദന, ഇടുപ്പിന്റെ വേദന, കഴുത്തിലെ വേദന എല്ലാം ബാമ തേച്ചാൽ ശരിയാവും തോന്നുന്നുണ്ടോ?
ചിലപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് നമുക്ക് പോവേണ്ടി വരും. അവിടെയാണ് അരീനോന്റെ മൂന്നാമത്തെ ഫലം കിട്ടുന്നത്. അപ്പൊ ടൈറ്റൻസ്, അരീനയുടെ AI പോസ്റ്റർ ആൻഡ് ഫിസിയോ ഗൈഡൻസിന്റെ സഹായത്തോടെ ഞങ്ങൾക്ക് നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാൻ കഴിയും. അതും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ. ഒരു ട്രാഫിക്കിലും പെടില്ല, അതുപോലെ ക്യൂവിലും നിൽക്കേണ്ടി വരില്ല. അതായത് ഇപ്പൊ വർക്കൗട്ട് ചെയ്യുന്നത്, ആരോഗ്യമായിട്ടിരിക്കുന്നത്, റിവാർഡ് കിട്ടുന്നത്, പിന്നെ പ്രീമിയമായി സേവ് ചെയ്യുന്നത് എല്ലാം എളുപ്പമാവും അരീന ആപ്പ് കൊണ്ട്. ടൈറ്റൻസ്, എന്റെ ഈ സുഹൃത്ത് നേരത്തെ വർക്കൗട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ സുഹൃത്ത് തന്നെ ഇപ്പോൾ അരീനയിൽ വർക്കൗട്ട് ചെയ്യാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ പറയൂ ടൈറ്റൻസ്, നിങ്ങൾ തയ്യാറാണോ ഞങ്ങളുടെ ഈ ഇൻസെന്റീവിനെ ഇൻസെന്റിവൈസ് ചെയ്യാൻ? ഇത് കൂടുതൽ സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത് 1 crore ഫോർ 4.5% ഈക്വിറ്റി. പ്രോഡക്റ്റിന്റെ ഡെമോ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അതെ, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. Absolutely. എല്ലാരും ടൈറ്റൻസ് അല്ലേ? എല്ലാവർക്കും ഓരോ ചാൻസ് വെച്ച് കിട്ടും. ഒന്ന് മാത്രോ? കുറച്ചായിട്ട് ആ ലെവൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. ഹലോ ബ്രോ, അപ്പൊ ഞാൻ വരുമ്പോഴേക്കും ഇത് ഒരുപാട് കൂടോ? യോഗ വർക്കൗട്ടിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതേ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ചെയ്യും. ഉള്ളതിൽ ഏറ്റവും ടഫ് ഏതാണ് സർ, കൂടുതൽ? താങ്കളൊന്ന് ഇവിടേക്ക് വരൂ. കുറച്ച് ഡയഗണൽ ആയിട്ട് നിൽക്കൂ. ഓരോ വർക്കൗട്ടിനും ഓരോ പൊസിഷൻ ഉണ്ട്, അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. ഇപ്പൊ അതിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങും, പിന്നെ നിങ്ങൾക്ക് ഹൈ Now നീസ് up. ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ നിങ്ങൾ നീ വേസ്റ്റ് ക്രോസ് ചെയ്തില്ലെങ്കിൽ അത് കൗണ്ടിൽ വരില്ല. നിങ്ങൾ ശരിക്കും ഇപ്പൊ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ നീസ് വേസ്റ്റിന്റെ മുകളിലേക്ക് പോകുന്നില്ല. പോകുന്നുണ്ട്. പോകുന്നതിന്റെ ഒക്കെ കൗണ്ട് അവിടെ വരുന്നുണ്ടല്ലോ. ഇതൊരു സ്ട്രിക്റ്റ് ആയ കോച്ചിനെ പോലെയാണല്ലോ. 5 മതി ആയിട്ടുണ്ട്. 33 ആയിട്ടുണ്ട്. Very good. നിങ്ങൾ ഒരു വർക്കൗട്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചില റിവാർഡ് പോയിന്റ്സുകൾ ലഭിക്കും. നിങ്ങൾക്കൊരു കോഫിയാ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും. 261 പോയിന്റ്സ്, സോ 26 റുപ്പീസ്. മിനിമം 500 പോയിന്റ്സിന് ശേഷം നിങ്ങൾക്ക് 50 റുപ്പീസിന്റെ വൗച്ചർ എടുക്കാം. ഞങ്ങളുടെ ഈ ആപ്പില് യോഗയുണ്ട്, AI റിലേറ്റഡ്. ഇതിൽ നമുക്ക് യോഗ വർക്കൗട്ട് ചെയ്യാൻ പറ്റും, ഫിസിയോതെറാപ്പി വർക്കൗട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഏറ്റവും സ്പെഷ്യലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ AI പോസ്റ്റേഴ്സ് ക്യാമ്പാണ്. ഇത് മുഖേന നമുക്ക് നമ്മുടെ ബോഡി സിമെട്രീസ്, ബോഡിയുടെ ആംഗിൾസ് ഫിസിയോതെറാപ്പി പെർസ്പെക്റ്റീവില് മെഷർ ചെയ്യാൻ പറ്റും വിത്ത് മോർ ദാൻ 95% ആക്യുറസി. നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ട് നിങ്ങൾക്ക് ഏത് ഫിസിയോതെറാപ്പിസ്റ്റിനെ വേണമെങ്കിലും പോയി കാണിക്കാം. അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് പ്ലാൻ സജസ്റ്റ് ചെയ്യും. അത് ഫോർവേഡ് ചെയ്ത് നിങ്ങൾക്ക് അരീന ആപ്പിലെ ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. ഞങ്ങൾ ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്ത് യോഗയാണോ എക്സസൈസ് ആണോ വേണ്ടതെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ BMI മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താണ് വേണ്ടതെന്ന് അത് പറയുന്നു. നിങ്ങളുടെ പോസ്റ്റർ അലൈൻമെന്റ് കാരണം നിങ്ങളുടെ നെക്കിലോ ബാക്കിലോ എന്തെങ്കിലും ഒരു അലൈൻമെന്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ശരിയാക്കുന്നതും ഇത് പറഞ്ഞു തരും. ആ ആപ്പ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് പ്രസന്റിംഗ് ദിസ്. എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ആപ്പിൽ ബാക്കി മാർക്കറ്റിൽ എത്രത്തോളം ആപ്പ് ഉണ്ടല്ലേ? ഫിറ്റ്നസ് ആപ്പ്, അതുമായിട്ടുള്ള ഡിഫറൻസസ് എന്താണ്? ശരി, ഞാൻ ഈ ക്വസ്റ്റ്യൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തത് പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവ്. ഇവിടെയുള്ള വലിയ വലിയ ആപ്പുകളുടെ കയ്യിൽ വലിയ കണ്ടന്റുകൾ ഉണ്ടാവും, വലിയ വീഡിയോസ് ഉണ്ടാവും. അതുപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് എന്താണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരും ചെയ്തിട്ടില്ല, പക്ഷെ കുറച്ചു പേർ അതെ ചെയ്തിട്ടുണ്ട്. മാഡം, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിൽ AI കമ്പ്യൂട്ടർ വിഷൻ ഒരു പാർട്ടാണ് മാഡം. പക്ഷെ അതിൽ ശരിക്കും എന്താണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചില സ്റ്റാർട്ടപ്സ് ഒക്കെ എക്സ്റ്റേണൽ ഹാർഡ്വെയർ വിശ്വസിച്ചാണുള്ളത്. ചിലത് സെൻസേഴ്സ് ആയിരിക്കും, ചിലത് കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാമറകൾ മേടിക്കേണ്ടി വരും. നമ്മുടെ ആപ്പിന് അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യണോ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്ത ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഇതിൽ മൂന്നാമത്തെ കാര്യം, കോമ്പിനേഷൻ കുറച്ച് ബിസിനസ് സൈഡിലേക്ക് വരും. കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് യൂസ് കേസസ്. ഞങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ ഉള്ളത് അത് കൺസ്യൂമർ ഫേസിംഗ് B2C അല്ല. ഞങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ ഉള്ളത് B2B ആൻഡ് B2C. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 സെഗ്മെന്റ്സ് ആക്കിയിട്ടുണ്ട്, ഇൻഷുറൻസ് ആൻഡ് ഫിസിയോതെറാപ്പി. ഞങ്ങൾ ആദ്യം തന്നെ പിച്ചിലും പറഞ്ഞല്ലോ, ഇൻഷുറൻസിന് വേണ്ടി ഇൻഷുറൻസ് ആൾക്കാരുമായി ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ആപ്പിനെ വളരെ ലൈറ്റ് വെയിറ്റിൽ തന്നെ അതുമായി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അതായത് ഇൻഷുററിന്റെ ആപ്പിലേക്ക്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നത്തെ എല്ലാ ഇൻഷുറേഴ്സും അവരുടെ കസ്റ്റമേഴ്സ് ഹെൽത്തി ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഒരു ഇൻഷുററിന് അവരെങ്ങനെയാ ഹെൽത്തിയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? അതിന് അവരുടെ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യണം. ഇന്ന് നമ്മുടെ കയ്യിൽ വെറും സ്റ്റെപ്സ് ട്രാക്കിംഗ് മാത്രമേ ഉള്ളൂ, അതിന് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി സെക്കൻഡ് പോയിന്റ്, നിങ്ങൾ B2B പോകുകയാണെങ്കിൽ, Correct. പിന്നെ നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ എക്വിപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രാക്ലെസിൽ നിന്ന് ഫിറ്റ്നസിലേക്ക്. എന്റെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കൺസ്യൂമർ യൂസ് ചെയ്യുമോ? madam. പിന്നെ രണ്ടാമത്തത്, എനിക്ക് ഇതില് B2Bയില് റിവാർഡ്സിന്റെ സിഗ്നിഫിക്കൻസസ് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നൊന്നായിട്ട് ഇതിനുള്ള ഉത്തരം പറയാം.
ആദ്യത്തെ ചോദ്യം എന്തിനു വേണ്ടിയാണ് റിവാർഡ്സ് എന്നല്ലേ? അതെ ഇതില് തീർച്ചയായും. റിവാർഡ്സ് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ആപ്പിലുള്ള റിവാർഡ്സ് ഇല്ലേ, അത് മറ്റതിനേക്കാളും മികച്ചതാ. B2B ഇൻഷുറൻസിൽ നിങ്ങൾക്ക് പ്രീമിയത്തിന്റെ ഡിസ്കൗണ്ടാ കിട്ടുന്നത്. ഇന്നതൊരു വലിയ കാര്യമല്ലേ? അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനീസ് 5 മുതൽ 10% വരെ ഡിസ്കൗണ്ട് തരുന്നത്. ഇപ്പൊ ഈ കേസിൽ നമ്മൾ ഒരു വലിയ ഇൻഷുറൻസ് കമ്പനിയായ, അതായത് 10,000 crore മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഇന്ത്യയിലുള്ള ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനി ആദ്യമൊക്കെ 5 to 10% ഡിസ്കൗണ്ട് കൊടുത്തോളൂ. ഇപ്പൊ ഞങ്ങളുടെ ഫീച്ചർ വന്നതിന് ശേഷം നമ്മുടെ കസ്റ്റമേഴ്സിന് 30% വരെ ഡിസ്കൗണ്ട് കിട്ടാൻ സർ, ചാൻസ് സോറി, ഞങ്ങൾക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? അതായത് ഞാൻ എടുക്കുന്ന ഇൻഷുറൻസിന് പോലും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ആപ്പിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണോ, അതോ നിങ്ങളുടെ ആപ്പ് വഴി എന്റെ ഇൻഷുറൻസ് ടൈപ്പ് ചെയ്ത് ഇത് യൂസ് ചെയ്യണോ? ഇല്ല, നിങ്ങൾ അവരുടെ ആപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൽ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഈ ഫീച്ചർ ഇന്റഗ്രേറ്റഡ് ആയിരിക്കും. ആ ആപ്പിലേക്ക് കയറി നിങ്ങൾക്ക് ഞങ്ങളുടെ ഫീച്ചർ അതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതില് വൈറ്റ് ലേബലിംഗ് ആയിരിക്കോ? ആ, വൈറ്റ് ലേബിളിംഗ് നിങ്ങൾ പറഞ്ഞ ശരി. ഇൻഷുററുടെ ആപ്പിന്റെ ഇന്റഗ്രേഷനിലൂടെ ഇതുവരെ എത്ര യൂസേഴ്സ് നിങ്ങളെ അക്വയർ ചെയ്തിട്ടുണ്ട്? ഏഴാഴ്ചയിൽ 16,000 യൂസേഴ്സ് 18,000 സെഷൻസ് നടത്തിയിട്ടുണ്ട് സർ ഇതുവരെ. അതും ഈ ഫീച്ചർ ഉപയോഗിച്ച്. അപ്പൊ അതും നിങ്ങൾ വെറും അതില് 7 ആഴ്ചയൊക്കെ. കാക്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതിനും ഇതിനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അതെ മാഡം. അപ്പൊ നിങ്ങളുടെ കാക്ക് എത്ര? ഞങ്ങളുടെ കാക്ക് ഞങ്ങൾ B2B വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാഡം. കാരണം നമ്മളൊരു ഇൻഡിവിജ്വൽ ആളിനല്ലല്ലോ അക്വയർ ചെയ്യുന്നത്, എല്ലാം ഇൻഷുറൻസ് കമ്പനി ത്രൂ അല്ലേ. സോ സെയിൽസിന്റെ സൈക്കിളും എഫേർട്ടും ഒക്കെ 2 മുതൽ 3 ലക്ഷം വരെ ഒരു ഇൻഷുറൻസിൽ നമുക്ക് എടുക്കാൻ പറ്റും മാഡം. അതാ ഞാൻ പറയുന്നത്. ശരി, കുറച്ച് നമ്പേഴ്സ് പറയോ? ഇപ്പൊ നിങ്ങളുടെ മന്ത്ലി റൺ റേറ്റ് ഈ എന്താ? ഒരു ഡീലില്ലേ, ഇത് ഒരു വർഷത്തേക്ക് 5.5 ലക്ഷം ചാർജ് ചെയ്യുന്നത്, അതും പെർ ആനം 2 വർഷത്തേക്ക് മിനിമം. ഓക്കെ, അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് 5.5 ലക്ഷം രൂപ നിങ്ങൾക്ക് വൈറ്റ് ലേബൽ റവന്യൂല് കിട്ടിയിട്ടുണ്ട്. അതെ സർ. അറീനയിൽ ഞാൻ കുറച്ച് ഓൺലൈൻ റിസർച്ച് ചെയ്തിരുന്നു. അപ്പോൾ 10,000 ഡൗൺലോഡ് കാണിച്ചു ഈ ആപ്പ്. 10,000 പ്ലസ് ആയിരുന്നു സർ. അതിപ്പോ 45-46 ഇൻ അറീനോ കൺസ്യൂമർ അതെ, അതെ സർ, അതെ. അതിൽ നിങ്ങൾക്ക് എത്ര റവന്യൂ വന്നിട്ടുണ്ട്? അതിൽ നിന്ന് ഇതുവരെ റവന്യൂ കിട്ടിയിട്ടില്ല. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. ഞങ്ങളുടെ ഈ ജേർണിയിൽ ഞങ്ങൾ 2021 ഐഡിയേഷൻ ചെയ്ത് 2023 ഈ പ്രോഡക്റ്റ് ലോഞ്ച് ആയി. അത് ഞങ്ങളൊരു ടെസ്റ്റിംഗ് ഫേസ് ആയിട്ട് യൂസ് ചെയ്തു. സബ്സ്ക്രിപ്ഷൻ പ്രൈസ് വെച്ചിരുന്നു, പക്ഷെ അതുകൊണ്ട് റവന്യൂ അതൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ അത് ഫോക്കസും അല്ല. നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി ഇതുവരെ എത്ര പണം റേസ് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ 1 CR റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാക്ട്ലി ഇതാണ് ഇവിടെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ 1 കോടി രൂപ റേസ് ചെയ്ത് B2C കൺസ്യൂമർ ടെക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഉറപ്പായിട്ടും പോയേ പറ്റൂ B2B2Cയിലേക്ക്. ഒരുപക്ഷെ $1 മില്യൺ കിട്ടിയതിന് ശേഷം അവർക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ കണക്ക് പ്രകാരം നിങ്ങളുടെ കറന്റ് വാല്യുവേഷൻ എന്താണ്? കറന്റ് വാല്യുവേഷൻ ഞങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ബേസിസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 12 മാസത്തിൽ 40 തൊട്ട് 50 ലക്ഷം വരെ തൊടാനുള്ള പ്ലാനിലാണ് റവന്യൂല്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു 6 കോടി വരും സർ. അതിന്റെ 3x അല്ലെങ്കിൽ ഒരു 20 കോടിയെങ്കിലും വരും. നിങ്ങളുടെ കറന്റ് ഉണ്ടല്ലോ, അതായത് 50,000 × 12 = 6 lakh. 6 ലക്ഷത്തിൽ നിന്നും 6 കോടിയിലേക്കുള്ള ജേണിയിൽ നിങ്ങളുടെ ചെരുപ്പെല്ലാം തേഞ്ഞു പോകും. പക്ഷേ എന്റെ കണക്ക് പ്രകാരം 6 ലക്ഷത്തിൽ നിന്ന് 6 കോടിയിലേക്കുള്ള ജേണിയിൽ നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറയും. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത 12 മാസത്തിന്റെ പ്ലാനാണ് B2B ഇൻഷുറൻസ് സെഗ്മെന്റിൽ ഫോക്കസ് ചെയ്യാന്നുള്ളത്. ഇതിൽ ഞങ്ങളുടെ കയ്യിൽ പൈപ്പ് ലൈനും ഉണ്ട്. അതിൽ ഏകദേശം 8-10 പേര് ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറാണ്. 6 കോടി ചെയ്യാൻ വെറും 50 ലക്ഷം. B2Bയിലേക്ക് മാത്രമാണ് വന്നത്. ഇനി B2B2Cയെ കുറിച്ച് പറയും. B2B2Cയിലേക്ക് വരാം. ഇതിൽ വരുന്നത് ഫിസിയോതെറാപ്പിയും കോർപ്പറേറ്റ് സൈക്കിളുമാണ്. ഈ ഒരു സംഭവത്തിൽ ഞങ്ങളുടെ ഒരു ഡീല് ഓൾറെഡി ഫിക്സ് ആയി നിൽക്കുകയാണ്. അത് ഏകദേശം ഫിസിയോതെറാപ്പി റിലേറ്റഡാ. അതൊരു കാര്യം. വലിയ ഹോസ്പിറ്റൽസ് ലൈക്ക് അപ്പോളോന്റെ കൂടെ മിഡിൽ ഈസ്റ്റില് കിങ് ഫൈസൽ ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ സേഹ ഹോസ്പിറ്റൽ ഉണ്ട്. ഇവരോടൊപ്പവും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ബിസിനസിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് 1 മാസത്തേക്ക് എത്ര വരും? 12 മാസം കണക്കെടുത്താൽ എത്ര ഒരു വരും? വർഷത്തേക്ക് ഒരു ഹോസ്പിറ്റൽ കണക്കെടുത്ത, അതായത് വലിയ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് ഏകദേശം ഒരു 4 തൊട്ട് 5 ലക്ഷം വരെ വരും. അത് മിഡിൽ ഈസ്റ്റില്. ഇന്ത്യയിൽ 1-2 ലക്ഷം വരെ കിട്ടും. നമ്മൾ ഇതുപോലെ ഒരു 3-4 ഡീലൊക്കെ ഫിസിയോതെറാപ്പിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ 35 ലാഖിനോടൊപ്പം ഒരു 12 ലാഖ് കൂടെ ആഡ് ആവും. ബാക്കി നമ്മൾ കോർപ്പറേറ്റ് ഒരു ചെറിയ സെക്ട് ആയിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ വിശ്വാസം കോർപ്പറേറ്റ് വഴി 3 തൊട്ട് 4 ലക്ഷം വരെ ഒരു വർഷം കാണാൻ പറ്റുമെന്നാ. ഇതാണ് 50 ലക്ഷത്തിന് ഞങ്ങൾക്കുള്ള പ്ലാൻ. ഇതാണ് ഞങ്ങളുടെ അടുത്ത 12 മാസത്തിനുള്ള മുഴുവൻ പ്ലാൻ. സോ പ്രതീക്, അപ്പൊ നിങ്ങൾ മാർക്കറ്റ് പൾസ് എടുക്കുന്നില്ലേ? എന്തായാലും ഓർമ്മിപ്പിച്ചത് നന്നായി. നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുത്ത് യെസ് ഓർ നോ അമർത്തിക്കൊണ്ട് ഈ പ്രൊഡക്റ്റിന് എത്രമാത്രം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു തരൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആളുകളും ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. 32% ആളുകൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ടൈറ്റൻസ് നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന്. നമുക്ക് ടൈറ്റൻസിനോട് ചോദിക്കാം. ടൈറ്റൻസ്, ഇതുമായി ബന്ധപ്പെട്ട ഏത് കാര്യമാണ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് എന്ന് തോന്നിയത്?
നോക്കൂ, എമിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു യാത്രയുണ്ടല്ലോ, അതായത് ഈ റിവാർഡ്സിന്റെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്യുന്നില്ലേ, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ യൂസ് കേസസ് B2B അല്ലെങ്കിൽ GTM B2B അതൊന്നും നിങ്ങളുടെ തെറ്റല്ല, അത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന രീതിയാണ്. അതിലെനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ 10-15 ഇൻഷുറൻസ് ക്ലോസ് ചെയ്യുന്നതാണ്, വിച്ച് ഈസ് ദ മേക്ക് ഓർ ബ്രേക്ക് ഓഫ് യുവർ ബിസിനസ്. അത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതില്ലെങ്കിൽ ബിസിനസ് തന്നെ ഇല്ലെന്ന് പറയാം. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കൈ തരാൻ സാധിക്കില്ല. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളെ വീണ്ടും കാണും ചില മാസങ്ങൾക്ക് ശേഷം. അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ പ്രപ്പോസിഷനെ ഒന്ന് ഷാർപ്പൻ ചെയ്യണം. നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ശരിക്കും മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും അടുത്ത റൗണ്ടിൽ കാണാം. ഇന്ന് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രഷർ വരും, അതായത് റവന്യൂ കൊണ്ടുവരണം അല്ലേ. ഞാൻ എന്റെ കരിയറിൽ ഒരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് എന്റെ ഓന്റർപ്രണർ ജേർണിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം ആൻഡ് യു വിൽ സീ ദ മാജിക്. സോ അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് പ്രോബ്ലത്തെ സോൾവ് ചെയ്യണം. ഫസ്റ്റ് പ്രോജക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കണം, അതായത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ. ഓക്കെ മാഡം. ഇത് നോക്കൂ, കൺസ്യൂമർ ടെക്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. പിന്നെ ഓരോ കസ്റ്റമറെയും കൊണ്ടുവരുന്നതും ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെയ്യാൻ പറ്റില്ലെന്നല്ല, നിങ്ങൾ B2Cയിൽ ഫോക്കസ് ചെയ്യൂ, കാരണം അതിൽ നിങ്ങൾക്ക് വിജയിക്കാനാകും. അതുകൊണ്ട് എനിക്ക് ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ കൺസ്യൂമറുടെ മനസ്സിനെ കീഴടക്കിയാൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും. സന്ദേശ് സാർ, സോ നമ്മൾ തമ്മിൽ ഇന്ന് കൈ കൊടുക്കാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ വഴി 50,000 to 50 lakh is not clear to yourself and to me and the net income itself. താങ്ക് യു സന്ദേശ് സാർ. പ്രൊഫസർ റിച്ച, നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതില് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ടൈറ്റൻസ് ഓൺ സ്റ്റേജ് നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് പേഴ്സണലി ഈ B2B ആൻഡ് ദെൻ B2B to B2C ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ, ബിക്കോസ് നിങ്ങൾക്ക് അവിടെയും ഡേറ്റ കിട്ടുന്നുണ്ട്. ബട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും നടുവില് ഞാൻ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ നെഗറ്റീവ് ആസ്പെക്ട് എന്താണ്? ഇത് മിസ്യൂസ് ആണോ അതോ ഡിസ്ഇൻസെന്റിവൈസിംഗ് ആണോ ബൈ കോർപ്പറേറ്റ്സ് ഓർ ബൈ യുവർ ഇൻഷുറൻസ് കമ്പനീസ്? ആ ആസ്പെക്റ്റിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ആലോചിച്ച് നോക്കണം. സോ നിഖിൽ ആൻഡ് സിദ്ധാർത്ഥ്, ഇത്രയും നേരം നമ്മുടെ ടൈറ്റൻസും അതുപോലെ നമ്മുടെ എക്സ്പേർട്ട് മെന്ററും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. അവ നിങ്ങളെ തീർച്ചയായിട്ടും വഴികാട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ ഐഡിയ ബാസിന്റെ വേദിയിലേക്ക് തിരിച്ചു വരണം. വന്ന് മികച്ച രീതിയിൽ പിച്ച് ചെയ്ത് നമ്മുടെ ടൈറ്റൻസിന്റെ അടുത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റും വാങ്ങി പോകണം. ഇന്ന് നിങ്ങൾ ഇതിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. പ്ലീസ്.